ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഏഷ്യാസ് ഫ്ലവേഴ്സ് ചാനൽ. ഞാൻ ഇന്നൊരു ചെമ്മീൻ മുളകിടാൻ പോവുകയാണ്. അപ്പോൾ ചട്ടിയിലേക്ക് വെളുത്തുള്ളി, ചെറിയുള്ളി, തക്കാളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കരിവേപ്പില, ചെറിയ മുളക്, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയാണ് ഇട്ടിട്ട് പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കുഴയ്ക്കണം കേട്ടോ. കുഴച്ചതിന് ശേഷം വാളൻപുളി ഒഴിച്ചു ഞാൻ കേട്ടോ. വാളൻപുളി ഒഴിച്ചിട്ട് നല്ലോണം തിളയ്ക്കണം. തിളച്ച് വരുന്ന സമയത്ത് ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതുണ്ട് കേട്ടോ. ഈ ചെമ്മീൻ കഴുകുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ചെമ്മീൻ്റെ അരികിലുണ്ടാകുന്നതിന് ഒരു നൂല്, ആ നൂല് നന്നായിട്ട് കളഞ്ഞിട്ട് ചെമ്മീൻ നന്നായിട്ട് ഉപ്പിട്ട് കഴുകി കണ്ടോ, നല്ല വൃത്തി അതിൻ്റെ ആ മുകളിലുള്ള ബ്ലാക്കൊക്കെ പോകണം കേട്ടോ. അല്ലെങ്കിൽ ചെമ്മീന് വയറുവേദന വരും. പിന്നെ അതുമല്ല ചിലവർക്ക് ചെമ്മീൻ അലർജിക്കാവും. അലർജിക്ക് ചിലവർക്ക് പറ്റില്ല കേട്ടോ. ചിലവർക്ക് ചെമ്മീൻ കഴിച്ചാൽ അലർജി ഉണ്ട്. പക്ഷെ അത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കുമ്പോൾ വയറുവേദന ഉണ്ടാകില്ല. നല്ലോണം വെള്ളം തൂവൽ പോലെ കഴുകി അത്ര വൃത്തിയാക്കി എടുക്കണം കേട്ടോ ചെമ്മീൻ കഴുകുമ്പോൾ. എന്നിട്ട് ഞാൻ ചെമ്മീൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കരിവേപ്പിലയിട്ട് തൂമിച്ചൊഴിച്ചു കേട്ടോ. അത് ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല, ഞാൻ വെറുതെ ഇന്നൊരു വീഡിയോ പിടിച്ചതാണ്. അപ്പോൾ ചെമ്മീൻ കൂട്ടാത്തവർക്കാണ് ഞാൻ ബീഫ് വെച്ചിരിക്കുന്നത്. ബീഫ് വെച്ചിട്ട് മോനുള്ളതുകൊണ്ട് മോൻ ചിലപ്പോൾ ചെമ്മീൻ അലർജി ആവാറുണ്ട്. ഇപ്പം അവന് ഉണ്ടാവാറില്ല. ഇപ്പം അവന് അലർജി ഇപ്പം ഒരു 5-6 പീസൊക്കെ അവൻ കഴിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബീഫ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്ത്, വെള്ളമില്ലാതെ വേവിച്ചെടുത്ത് ഒരു ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള ഇട്ട് നല്ലോണം വഴറ്റി. എന്നിട്ട് ബീഫിൻ്റെ വേവിച്ച സ്റ്റോക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് അതിനകത്ത് നന്നായിട്ട് വറ്റി വരാൻ സമയത്ത് വേവിച്ച ബീഫ് ഇടുക. എന്നിട്ട് ബീഫ് നല്ലോണം ഇളക്കി നമ്മൾ വേവിക്കണം. അതിനകത്ത് കിടന്ന് ആ മസാലയിൽ കിടന്നിട്ട് ഇങ്ങനെ ചെറിയ ഫ്ലെയിമിനകത്ത് ആ മസാലയിൽ കിടന്നിങ്ങനെ ബീഫ് ഇതായി കിടന്നിട്ടോ. എൻ്റെ അമ്മ ഭയങ്കര ടേസ്റ്റ് എനിക്ക് അങ്ങനെ. ബീഫ് കുക്കറിൽ വേവിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. സ്റ്റോക്ക് ഒഴിച്ചിട്ടിട്ട് ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഞാനൊന്ന് ബീഫ് ഉണ്ടാക്കി നോക്കേണ്ടത്. ഞാൻ